നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഇനിയും കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ രാജ്യം വലിയ ദുരന്തത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. സംഭവം അങ്ങ് യൂറോപ്പിലോ കാനഡയിലോ ഒന്നുമല്ല, നമ്മുടെ രാജ്യത്താണ് സംഭവിക്കുന്നത്. അതായത് ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേയിൽ ഇന്നലെ നടന്നൊരു അപകടം. അതായത് പകല് പോലും വാഹനങ്ങൾ ലൈറ്റ് ഓൺ ചെയ്തിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തുള്ളത്. ഡൽഹിയിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാല് ഒരു ദിവസം 70 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യാണ് അവിടെ ഒരു വായു ശ്വസിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അതായത് സിഗരറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോയ്സ് ആണ്, നമുക്ക് വേണമെങ്കിൽ വലിക്കാം അല്ലെങ്കിൽ വലിക്കാതിരിക്കാം. പക്ഷെ ഇത് സിഗരറ്റ് ശ്വസിക്കുകയാണ്. തുടരായിട്ട് ഇത് ശ്വസിക്കുകയാണെങ്കിൽ ഇപ്പൊ ഡൽഹിയിൽ ഒരു ദിവസം വന്നു പോകുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളുടെ അവസ്ഥ ചിന്തിച്ചു നോക്ക്. അധികമായിട്ട് ഈ വായു ശ്വസിക്കുകയാണെങ്കിൽ, ഈ മലിനമായ വായു ശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിനും അതുപോലെ കരളിനും തൊണ്ടക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. ക്യാൻസർ പോലും ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഡൽഹിയിലെ വായു ഇത്രയും മലിനമാകാൻ പ്രധാനമായി 2 കാരണങ്ങളുണ്ട്. ഒന്നാമത് നമ്മുടെ വാഹനങ്ങൾ തന്നെയാണ്. അതായത് ഡൽഹിയിൽ ഒരു ദിവസം കടന്നു പോകുന്നത് 11 ലക്ഷത്തിലധികം വാഹനങ്ങളാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. അതായത് ഡൽഹിയിൽ വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാഫിക് ജാം കാണും, മണിക്കൂറുകളോളം. അതായത് ഈ കരോൾ ബാഗ്, കാശ്മീരി ഗേറ്റ്, അതുപോലെ ആനന്ദ് വിഹാറിലൊക്കെ മണിക്കൂറുകളോളാണ് ട്രാഫിക് ജാം ഉണ്ടാകുന്നത്. അതായത് ഒരു ട്രാഫിക് ജാം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വാഹനങ്ങളുടെ പുകയും അതുപോലെ ഈ പുകമഞ്ഞും കൂടി ചേരുമ്പോൾ അവിടെ തന്നെ ആ മലിനമായ വായു കെട്ടിക്കിടക്കുകയാണ്. അതാണ് മറ്റുള്ളവർ ശ്വസിക്കുന്നത്. അതാണ് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഡൽഹിയെ പോലെ തന്നെ വലിയ സിറ്റിയാണല്ലോ മുംബൈയും ചെന്നൈയും ഒക്കെ, അവിടെ ഈ പ്രശ്നമൊന്നും ഇല്ലല്ലോ പനി. അതിനും കാരണമുണ്ട്. കാരണം ഡൽഹി പോലെയല്ല മുംബൈയും ചെന്നൈ ഉള്ളത്. അതെല്ലാം ഒരു തീരദേശത്തോട് അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ്. അതായത് സമുദ്രത്തിനോട് അടുത്തുള്ള സ്ഥലങ്ങൾ. നമ്മൾ കടൽക്കാറ്റിന് കേട്ടിട്ടില്ല. ഈ കടൽക്കാറ്റ് നമ്മുടെ കരയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കരയിൽ ഒരുപാട് വായു ശുദ്ധീകരിക്കുന്നുണ്ട്. അതാണ് ചെന്നൈയിലും മുംബൈയിലൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ ഡൽഹി അങ്ങനെയല്ല. ഡൽഹിയുടെ മുകൾ ഭാഗം നോക്കിയാൽ കാശ്മീരാണ്, ഒരു ഭാഗത്ത് ഉത്തർപ്രദേശ്, ഒരു ഭാഗത്ത് പഞ്ചാബ്, ഒരു ഭാഗത്ത് ഹരിയാന. അങ്ങനെ വളരെ തിരക്കേറിയ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു നഗരമാണ് ഡൽഹി എന്നുള്ളത്. അതാണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്നു. നിങ്ങൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടാകും ഡൽഹിയിൽ തന്തൂരി ചിക്കൻ നിയോഗിച്ചെന്നുള്ളത്. സംഭവം വളരെ ശരിയാണ്. ഒരുപാട് കച്ചവടക്കാരും ഒരുപാട് വ്യവസായങ്ങളും കൂടിച്ചേർന്ന ഒരു നഗരം കൂടിയാണ് ഡൽഹി എന്നുള്ളത്. നമ്മൾ ഇന്ന് കാണുന്ന പല കമ്പനികളുടെയും പല വ്യവസായങ്ങളുടെയും കോർപ്പറേറ്റ് കമ്പനികളുടെയും ഒക്കെ തലസ്ഥാന നഗരം ഡൽഹിയാണ്. ഡൽഹി എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ അടുത്ത് വന്ന ഇന്ത്യ ഗേറ്റിന്റെ ഫോട്ടോ ഒന്ന് കണ്ടാൽ മതി. ഏതായാലും ചുരുക്കത്തില് വരും ദിവസങ്ങളിൽ ഡൽഹി വീണ്ടും തണുത്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഇനിയും കണ്ണു തുറന്നിട്ടില്ല എങ്കിൽ രാജ്യം വളരെ വലിയ ബുദ്ധിമുട്ടിനെയാണ് കാത്തിരിക്കുന്നത്.